ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു ദിവസം എന്നുള്ളതാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്തത്. മക്കളൊക്കെ വന്ന് ഫുള്ള് ബിസി ആയിട്ടോ. അധിക ദിവസവും രാത്രി പുറത്തിറങ്ങലും അപ്പോഴത്തേക്ക് ഫുൾ പണി കഴിക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് തിരക്കിട്ട ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നിവിടെ സൗദി ഫൗണ്ടിങ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ളാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് റെസിപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഔട്ടിംഗ് ഉണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാണ്. രാവിലെയാണ് കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചായയാണ് നമുക്ക് ഏറ്റവും നിർബന്ധമുള്ള സാധനം. ചായ ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബർഗറാണ്. അപ്പോൾ ഈ ബർഗർ എന്ന് പറഞ്ഞാൽ ഇത് ബ്രെഡഡ് ചിക്കൻ ബർഗറാണ് കേട്ടോ, പാറ്റി. അപ്പോൾ നഗറ്റ്സ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതാ ചായക്കുള്ള പാൽപ്പൊടിയാണ് ഞാൻ കലക്കി വെച്ചത്. കുട്ടികളൊക്കെ വന്നതിന് ശേഷം പിന്നെ പാൽപ്പൊടിയാക്കി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പാലാണ് അസ്ലങ്കാർക്ക് ഇഷ്ടം. പിന്നെ കുട്ടികൾക്ക് പാൽപ്പൊടിയാണ് വേണ്ടി, അപ്പോൾ പാൽപ്പൊടിയാണ് കലക്കിയത്. അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായപ്പൊടി ഇട്ട് കൊടുക്കുക, തിളയ്ക്കാൻ തുടങ്ങിയേ. അപ്പോൾ ചായ അവിടെ നിന്ന് ആവണ നേരം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബർഗർ പാറ്റീസൊക്കെ മൊത്തം ഞാൻ ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നഗറ്റ്സ് പോലെയുള്ള പാറ്റീസാണ് കുട്ടികൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ബീഫിൻ്റെ ബർഗർ ഉണ്ട്, അതും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഇതാണ് ബർഗറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം നെയ്യിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കട്ടോ. 1-2 മിനിറ്റേ എടുക്കുള്ളൂ വേവാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. ഈ ബർഗർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനം പാറ്റീസ് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ഗ്രില്ലാണ് എടുത്തത്. അതിലേക്ക് നമുക്കൊന്ന് ബർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വേറെ വെജീസും അങ്ങനത്തെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലെ അല്ല, അന്ന് രാവിലെ തന്നെ അതൊക്കെ ഇതാക്കലൊക്കെ കുറച്ചൊരു ഇതുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ബന്നെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്തു. അതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബർഗറിൽ വെക്കുന്ന ചീസ് അറിയാമല്ലോ എല്ലാവർക്കും. ഇങ്ങനെ സ്ക്വയർ ചീസ് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് ഓരോന്ന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റീസ് ഇല്ല. അപ്പോൾ ഓരോ പാറ്റീസ് ഓരോന്നിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. 2 എൻ്റെ ഈ ഒരു ഗ്രില്ലിൽ ഒരേ സമയം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ 2 ഉണ്ടാക്കിയിട്ട് അടുത്ത 2 വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസ്റ്റേർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആച്ചിക്കൂടെ നിർബന്ധമാണ് മസ്റ്റേർഡ് സോസ്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കെച്ചപ്പ്. ഇത്രേ ഞാൻ ഇന്നത്തെ ഈ ഒരു ബർഗറിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തക്കാളി വെക്കാം, ലെറ്റ്യൂസ് വെക്കാം, കുക്കുംബർ വെക്കാം, ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക. ഒനിയൻ വെക്കാം, ഉള്ളി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ആ ഒരു ഗ്രില്ല് തിരിച്ചിങ്ങോട്ടേക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരും. അങ്ങനെ വെച്ച് കൊടുത്താലാണ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരിക. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിന് കണ്ടോ. നന്നായിട്ട് നല്ല ചൂടാണ്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാണിച്ചു തരാം. ചീസൊക്കെ ഉണ്ട്. ആ ചീസൊക്കെ മെൽറ്റായിട്ട് ഇതിൻ്റെ മേലാണുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ അടുത്തത് ചോറിൻ്റെ പണിയിലേക്ക് ഇറങ്ങിയിട്ടോ. പെട്ടെന്ന് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്. ചോറ് ഇവിടെ ആച്ചി വന്നതുകൊണ്ട് ഒരു ബുഹാരി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുഹാരി റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞാൻ എത്രയോ കാണിച്ചതാണ് കേട്ടോ. എന്നാലും ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഈ ബസ്മതി റൈസാണ് എടുത്തത്, സെല്ല ബസ്മതി റൈസ്. അപ്പോൾ അത് 1 കിലോ ആണ് ഞാൻ എടുത്തത് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം കഴുകിയതിന് ശേഷമാണ് നമ്മളത് സോക്ക് ചെയ്ത് വെക്കുക. അപ്പം ബാക്കി നമ്മളെ പച്ചക്കറിയൊക്കെ അരിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒന്ന് സോക്കായിട്ട് വന്നോളും. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തോലുള്ള സ്കിന്നുള്ള ചിക്കൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് പച്ചക്കറി ഞാൻ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും പറയലുണ്ടല്ലോ, ആദ്യം എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പണി കുറച്ച് എളുപ്പമായിരിക്കും എന്നുള്ളത്. പിന്നെ ഇഞ്ചി അരച്ചത് ഇവിടെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഇഞ്ചി എടുത്തതാണ്. ഒരു ഉള്ളിയും ഒരു ക്യാരറ്റും ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ രാത്രിക്കത്തേക്കും കൂടെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നിച്ചങ്ങ് അരിഞ്ഞ് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനിലേക്കുള്ള മസാലയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിലേക്കുള്ളത്. ഇനിയിപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കണത് കാണിച്ചു തരാം. കുറച്ച് ഗാർലിക് പൗഡറാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് ജിഞ്ചർ പൗഡറുമാണ്. അപ്പോൾ ഇത് രണ്ടും പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അരച്ചത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടി ഒരു ചെറുനാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് ഇനിയിപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ.
പിന്നെ ഒരു നുള്ളിട്ട് അത് കൂടുതൽ എടുത്ത് പോയത് ഒരു നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ 1/2 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളെ ബാർബിക്യൂ സോസാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ബാർബിക്യൂ സോസിൽ ഉപ്പുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതും ഒരു സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കാം. നമുക്ക് ചോറാകുമ്പോഴത്തേക്ക് തന്നെ ഇത് ഒന്ന് മസാല പിടിച്ചോളൂ കേട്ടോ. പിന്നെ പീസാക്കി മുറിച്ചതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട, അരമണിക്കൂർ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് അവിടുന്ന് മസാല ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ ബാസി ഇവിടെ ട്യൂഷന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ പോയിട്ട് പഠിക്കുന്ന ട്യൂഷനല്ല, ഓൺലൈൻ ട്യൂഷനാണ്. +1 ആണ് ബാസി പഠിക്കുന്നത് കേട്ടോ. അവൻ്റെ ട്യൂഷൻ എന്ന് പറയുന്നത് ടീം ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചതാണ്. നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇവനിവിടെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ 2-3 മാസത്തെ ക്ലാസ്സൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ അത് എക്സ്ട്രാ പ്രത്യേകം ട്യൂഷൻ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ വേറെ ടീച്ചേഴ്സിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് ക്ലാസ് കഴിഞ്ഞ് പോയി ഓരൊക്കെ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്, ഓരോ കൂടെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചേർത്തിയിട്ടില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ് ഇവരെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്, ഇൻഡിവിജ്വൽ ട്യൂഷനാണ്. അതേപോലെ തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് ടൈമിലും നമ്മളെ ഇഷ്ടമുള്ള സമയത്ത് ഒരു എടുത്ത് തരികയും ചെയ്യും. പിന്നെ ഇതിനായിട്ട് സെപ്പറേറ്റ് പോവുകയൊന്നും ചെയ്യണ്ട. നല്ല ക്ലാസ്സാണ് കേട്ടോ. നല്ല നല്ല ടീച്ചേഴ്സാണ്. അതാണ് നല്ല ട്രെയിൻഡും ക്വാളിഫൈഡ് ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെ കുട്ടികളെ ഡൗട്ടുള്ള അത് ഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർ പഠിച്ചെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഒരു അടുത്ത ക്ലാസ് മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൂ. പിന്നെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതൊക്കെ പ്രത്യേകമായിട്ട് ഇവർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന സാധനങ്ങളൊക്കെയാണ് ഈ എക്സാമിന് ഇന്ന ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാം എന്താ പറയുക അത്രയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ പറഞ്ഞ പോലെ KG മുതൽ +2 വരെയാണ് ഇവരെ ട്യൂഷൻ എന്ന് പറയുന്നത്. +2 വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലുള്ള CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂഷൻ തന്നെ ഉണ്ട്. പിന്നെ ഈ എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ സ്കൂളിൽ കുറച്ച് മാർക്ക് കുറച്ച് പിന്നോട്ടുള്ള കുട്ടികൾ അവർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള കോച്ചിങ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു കോഴ്സ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അതൊക്കെ എന്താ പറയുക എഴുതാനും വായിക്കാനൊക്കെ കിട്ടും എന്നുള്ള എല്ലാം തറവായിട്ട് പഠിപ്പിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളൊരു ഗ്യാരണ്ടിയുള്ള ഒരു ഇതാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടോ. അതും നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ KG കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ഇതുണ്ട്, കോഴ്സ് ഉണ്ട്. അതും നല്ല ഉപകാരമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടികൾക്കൊക്കെ എഴുതാനും വായിക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള KG കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ കോഴ്സാണത്. അതും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഒന്ന് മുന്നേറാനൊക്കെ നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ വലിയ ആൾക്കാർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ക്ലാസ് തന്നെ ഇംഗ്ലീഷിൽ വേണോ മലയാളം വേണോ അറബിക്ക് ഹിന്ദി എല്ലാ ഭാഷയിലും പ്രത്യേകമായിട്ട് ക്ലാസ്സും ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ സൗദിയിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലെവി സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ റെസിഡൻഷ്യൽ വിസ ഒഴിവാക്കിയിട്ട് വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ സ്കൂളൊക്കെ ലീവ് ആക്കിയിട്ട് ലാസ്റ്റ് പോയിട്ട് എക്സാം എഴുതിയിട്ട് എങ്ങനെങ്കിലും ജയിപ്പിച്ച് പോകുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള. അപ്പോൾ ഈ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ മിസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണിത്. കാരണം സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ഇതാണ് ഈ ഒരു ഇതിൽ കിട്ടുക. കാരണം ഓരോ ടീച്ചറും ഒരു കുട്ടീനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ചെറുതായാലും വലുതായാലും ഓരോട് സ്പെഷ്യലായിട്ട് സംസാരിച്ച് ഓരോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഓരോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ വലിയ മോനായ ബാസിക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂഷൻ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും കേട്ടോ. എന്താ ചെയ്യാന്നറിയാൻ പറ്റാത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. കുറച്ച് ബുക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സും ട്രീറ്റ് കൊടുക്കാം, ഏതെങ്കിലും ദിവസം മതി. കാരണം എൻ്റെ കയ്യിലുള്ള പൈസ കയ്യിലില്ല. ഇങ്ങനൊരു എന്താ പറയുക ഒരു ചോയ്സ് നമ്മൾ നടത്തും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ 5000 രൂപ എന്ന് പറയുന്നത് റിസോഴ്സും നമ്മൾ ഈ എഴുതി വെച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്താണ് നമ്മുടെ. അപ്പോൾ നമ്മളിനി ചോറ് വെക്കാനുള്ള പണിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാസിനൊന്നും അതിൻ്റെ ഇടയിൽ കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫുള്ളൊന്നും എല്ലാം ചെയ്യണത് കേട്ടോ. ഷൂട്ട് ചെയ്യണതും ഇതുമെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആ ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പിടി കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ.
ആ ഒരു ക്യാരറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എന്നിട്ടാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ആ കിസ്മിസ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റായി വരിക. അല്ലെങ്കിൽ പിന്നെ കിസ്മിസ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ. ഇനി ആ സെയിം എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു മഞ്ഞ കളറായിട്ടും ഉണ്ടാവും നമ്മൾ ക്യാരറ്റ് പൊരിച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളി മതി കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ഒരൊറ്റ ഉള്ളി മതി. അപ്പോൾ അത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ കളറിൽ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അര സ്പൂണ് ഇഞ്ചി അരച്ചതും അര സ്പൂണ് വെളുത്തുള്ളി അരച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് നന്നായിട്ട് ഒരു പച്ചച്ചോയൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു തക്കാളി ഫുള്ളായിട്ട് ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയതാണ് അരച്ചതിൻ്റെ ശേഷം. അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി അത് വറ്റി വരണം. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് ഈ തക്കാളി അരച്ചതിൽ കുറേ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല കട്ടിയായിട്ട് വരുന്ന വരെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് കുറുകി വരണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കാണിച്ച സമയത്ത് ചിക്കൻ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ബുഹാരിൻ്റെ ടേസ്റ്റ് മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. കറക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ഇട്ടേ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. അര സ്പൂണ് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് വേണ്ടി കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണം. പക്ഷേ ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചിക്കൻ ക്യൂബ് ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഉണ്ടാവും കേട്ടോ. ഇത് 1 സ്പൂൺ പാലിൽ ഞാൻ കുങ്കുമം കലക്കിയതാണ്. ഈ സാഫ്രോൺ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നിർബന്ധമാണ് കേട്ടോ ബുഹാരി ചോറിൽ. അത് 1 സ്പൂൺ പാലിൽ ഞാനൊന്ന് സാഫ്രോൺ കലക്കിയെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് ആണ് ഞാൻ കുറച്ച് ഉപ്പ് മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയില്ലേ, അത് ഞാൻ വെള്ളമൊക്കെ പോക്കി എടുത്തതാണ്. അരിപ്പയിലിട്ട് വെച്ചതാണ്. ആ അരിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്ന് ഈ ഒരു ചോറ് നന്നായിട്ടൊന്ന് വെന്തോളൂ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ആ പൊരിച്ച ക്യാരറ്റും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മൾ ഗ്രില്ല് ചെയ്ത് ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണല്ലോ സ്പീഡ് കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവനിങ് ആയി കേട്ടോ. ഈവനിങ്ങിൽ നമ്മളിപ്പോൾ ചായ ആണ് ആക്കണത്. വൈകുന്നേരത്തെ ചായ കേട്ടോ. ചായ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ 2 നേരം ചായ വേണം. പിന്നെ ഉന്നക്കായാണ് ഇന്നത്തെ ചായക്കടി ഉണ്ടാക്കിയത്. ഉന്നക്കായി എന്ന് പറയുന്നത് ലിയാന നാട്ടിൽ നിന്ന് വരുന്ന നേരം കുറച്ച് പഴം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ പഴം ഞാൻ അവൾ കൊണ്ടുവന്ന പിറ്റേന്ന് തന്നെ ഞാൻ കുറച്ച് ഉന്നക്കായി ആക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുത്തിട്ട് പൊരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവൾ കൊണ്ടുവന്ന പഴം കൊണ്ട് കുറച്ച് ഉന്നക്കായി ആക്കി വെച്ചതാണ്. ഇത് അത്യാവശ്യം വലിയ സൈസുള്ള ഉന്നക്കായാണ് കേട്ടോ. ഞാൻ ചെറിയതാക്കിയിട്ടല്ല ഉണ്ടാക്കിയത്. നമുക്ക് തന്നെ തിന്നാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൂടി വെക്കണം എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പിലേക്ക് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായയും കഴിഞ്ഞാൽ ഇതിപ്പോൾ മഗ്‌രിബാണ് കേട്ടോ ടൈം. മഗ്‌രിബിന് ചായയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാമെന്നുള്ളതിൽ എല്ലാവരും റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇവിടെ ഫൗണ്ടിങ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് സെലിബ്രേഷൻസ് ആണ് പുറത്തുള്ളത്. അപ്പോൾ ഏതെങ്കിലും മാളിൽ പോകാമെന്നാണ് കുട്ടികൾ പറയുന്നത്. നമുക്ക് ബീച്ചിലൊന്നും പോകണ്ട, നമുക്ക് മാളിൽ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങളിപ്പം പോണ മാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ജിദ്ദയിലെ ഒരു വലിയ മാളാണ് കേട്ടോ. റെഡ് സീ മാൾ എന്നാണ് അതിൻ്റെ പേര്. റെഡ് സീ മാളിലേക്കാണ് നമ്മൾ പോണത്. അപ്പം 2 സൈഡിലുള്ള വണ്ടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാത്തിലും ഈ കൊടിയെല്ലാം പിടിച്ചിട്ട് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് എല്ലാവരും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇതിലാണുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടം അങ്ങോട്ടേക്ക് പോകാനാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റെഡ് സീ മാളിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളിത് ഈ മാളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മൊത്തം നല്ല മഞ്ചാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി സൗദി ഫൗണ്ടിങ് ഡേ എന്ന് എഴുതിയിട്ട് ഒരു ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചതാണ്.
അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുൾ തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വലിയ പോർച്ച് മാളാണ്. ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ഇതല്ല. ഇവിടുത്തെ അറബ്സിനാണ് മെയിനായിട്ട് ഇവർ ഇത് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ എന്താ പറയുക, വലിയ വലിയ ഷോറൂമുകളും നല്ല പൈസൻ്റെ ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ളും. അപ്പം അങ്ങനെ ഒരു സാധാരണക്കാർക്കൊന്നും നമ്മളൊന്നും അങ്ങനെ പോവലില്ല. അങ്ങനെ എപ്പോഴെങ്കിലും കാണാൻ വേണ്ടി പോകാമെന്നല്ലാണ്ട് ഇവിടുന്ന് അങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും നമ്മൾ പോവലില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഇന്ന് വന്ന ആൾക്കാർ മൊത്തം ഇവരെ ഈ ഒരു സൗദി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്ന, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഫുള്ള് വരെ ട്രഡീഷണൽ ഡ്രസ്സിലാണുള്ളത് കേട്ടോ. ഇതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് സൗദി ഫൗണ്ടിങ് ഡേ എന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് 2 കൊല്ലമായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ മുഹമ്മദ് വന്നതിന് ശേഷമാണ് ഈ ഒരു ഇത് ഇവിടെ വന്നത്. അതുവരെ ഇവിടെ അങ്ങനത്തെ ഒരു ഫൗണ്ടിങ് ഡേ എന്ന് പറഞ്ഞിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലേന്. പിന്നെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഇപ്പം നല്ല ഫ്രീഡാണ്. മറ്റുള്ളതുപോലെ പണ്ട് സൗദി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും സെലിബ്രേഷനൊക്കെ ഭയങ്കര ഇതാണ്. ഈ ഷോപ്പ് ഓർമ്മ ഉണ്ടോ? ടെക്സാസ് റോഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ വേറൊരു ബ്രാഞ്ചിലാണ് നമ്മൾ ആനിവേഴ്സറിക്ക് പോയത്. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ സ്റ്റീക്ക് കഴിക്കാൻ വേണ്ടി പോയത് അവരെ ബ്രാഞ്ചാണിത്. ഇവിടുത്തെ കുട്ടികൾ വന്നിട്ട് എന്തോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയാണ്. അവർ ആ ഒരു ട്രഡീഷണൽ ഇതാണ് കേട്ടോ. അവരെ ഒരു കുട്ടി തലയിൽ വെച്ചതെന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ഇതാണ്. അപ്പോൾ അതെന്തോ മറ്റേ ക്ലിനിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു ഓഫറുണ്ട്. ഈ ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയാൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ പൈസ എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫുഡ് ഇവിടെ എത്തിയതിന് ശേഷം കുട്ടികൾ പറഞ്ഞപ്പം KFC കഴിക്കാമെന്നാണ്. അപ്പോൾ KFC വാങ്ങാൻ വേണ്ടി നമ്മൾ സീറ്റ് പിടിക്കണമല്ലോ, ഫുള്ളാണ് കേട്ടോ. ഒറ്റ സീറ്റ് പോലും ഫുഡ് കോർട്ടിൽ ഒഴിവില്ല. അപ്പോൾ സീറ്റ് പിടിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ടാകാൻ പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോൾ നമ്മളെ സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ KFCൻ്റെ ബ്രോസ്റ്റഡ് ലിയാനൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ ഓക്ക് ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് KFCൻ്റെ തന്നെ ഓക്ക് സ്പെഷ്യൽ ബർഗർ വാങ്ങിച്ചതാണ്. ബ്രോസ്റ്റഡ് ഓക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഓക്ക് അൽബേക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, എനിക്കും അൽബേക്കാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചിട്ട് KFC കഴിക്കാണ്ടൊന്നുമില്ല, ഞാൻ KFC കഴിക്കും. പക്ഷെ ഓക്ക് KFC ഇഷ്ടമല്ല, ബർഗറാണ് ഇഷ്ടം. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആച്ചി പറഞ്ഞത് കേട്ടോ, തൊട്ടപ്പുറത്തെ ഒരു ഷോപ്പിൽ ഭയങ്കര രസമുള്ള ഒരു ഷെഫ് ഉണ്ട്, ഡാൻസ് കളിക്ക്, നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ, തിരിച്ചു പോവുകയാണ്. ആ ഒരു സെയിം വഴി തന്നെ തിരിച്ചു പോവുകയാണ്. പോണ വഴിക്കുള്ള ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഇട്ട് വന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയവരും വലിയവരും അതേപോലെ തന്നെ കുട്ടികളും എല്ലാം ഇവരെ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലാണ് ഇന്നിവിടെ മൊത്തം കാണുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ കണ്ട കുട്ടികളൊക്കെ പെൺകുട്ടികളാണിത്. നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും വന്നത്. പിന്നെ എല്ലായിടത്തും ഈ ഒരു സൗദി ഫൗണ്ടിങ് ഡേ എന്നുള്ള ആ ഒരു ഫ്ലെക്സാണ് എല്ലായിടത്തും ഉള്ളത് കേട്ടോ. ആ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല എല്ലായിടത്തും നല്ല ഭംഗിയാക്കി വെച്ചാണ്. ഈ മാള് പിന്നെ എപ്പോഴും നല്ല ഭംഗിയാണ്, പക്ഷേ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി വെച്ചാണ്. അപ്പോൾ ഇവിടെ നിന്നെടുത്ത ഫോട്ടോസാണ് ഞാനന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണത് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ഡ്രസ്സാണ് ഇവരെ ഈ സൗദി ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. പല രീതിയിലുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് ഇട്ട് പോകാനുള്ള ആ ഒരു സൗകര്യമുണ്ട്. ഇന്നിവിടെ നല്ല കച്ചവടമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലെടുത്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ തലയിൽ വെക്കണ ഈ ഒരു സാധനമൊക്കെ കണ്ടില്ലേ, നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഇന്ന്. എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് പല രീതിയിലുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം ഫുള്ളാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.